നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മാമ്പഴ പുളിശ്ശേരി. നല്ല ട്രഡീഷണൽ ഐറ്റമാണ്. അപ്പോൾ നമ്മൾ 2 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണ്. ഇതൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ മുറിച്ചിട്ട് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പും പച്ചമുളകും മഞ്ഞളും ഇട്ട് മൂടി വെച്ച് ഒന്ന് വേവിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 2-3 വെളുത്തുള്ളി, ജീരകം, ചെറിയ ജീരകം ഒരു നുള്ളിട്ടുക. എന്നിട്ട് നല്ലപോലെ അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഈ അരപ്പ് നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളയ്ക്കുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കണം. അവർ തമ്മിൽ പിണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ അരപ്പ് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തൈര് ഒന്ന് ഉടച്ച് വെക്കാം. നല്ല പുളിയുള്ള തൈര് എടുത്ത് വെക്കുക. അതിന് ശേഷം ഈ തിളച്ച് വന്ന മാങ്ങ അരപ്പിലോട്ട് നമ്മൾ തൈരിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇതും നല്ല വൃത്തിയായിട്ട് ഇളക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്ലെയിം തീരെ കുറച്ച് വെച്ചേക്കണം. തീരെ കുറച്ചൊരു പെട്ടെന്ന് ഇളക്കിയെടുക്കുക. നിർത്താതെ പതുക്കെ ഇളക്കി കൊടുക്കുക. അത് ആൾമോസ്റ്റ് റെഡിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്, ട്രഡീഷണൽ സാധനമാണ്. പക്ഷേ ഇതിനെ സ്വല്പം കൂടെ മിടുക്കനാക്കി. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ ചൂടായിരിക്കണം. അതിനകത്തിട്ട് നമ്മൾ ഉണക്കമുളക് ഇട്ടിരിക്കുകയാണ്. 2-3-4 ഇടാം. കടുകിടുക. ഉള്ളി, കൊച്ചുള്ളി ആണെങ്കിൽ ഏറ്റവും നല്ലത്. കരിയാപ്പില ഇടുക. കരിയാപ്പിലയും ഇടുക. ശകലം മഞ്ഞളും ശകലം മുളക് പൊടിയും ഇട്ട് കഴിഞ്ഞാൽ സ്വല്പം കളർഫുള്ളാകും. മഞ്ഞൾത്തിൽ സാരമില്ല, ശകലം മുളക് പൊടി ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് ചോറിനകത്ത് ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇളക്കിക്കൊണ്ട് കഴിക്കുക. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, സി യു.